ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ എവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് യഹോവയുടെ കൂടാരത്തിൽ ആർ പാർക്കും. 15-ാം സങ്കീർത്തനം 1 മുതൽ 5 വരെയുള്ള വേദഭാഗം നാം നോക്കുമ്പോൾ അതിൽ പ്രകാരം എഴുതിയിരിക്കുന്നു: യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുറള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല എന്ന് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. 14-ാം സങ്കീർത്തനം 3-4 വാക്യം നാം നോക്കുമ്പോൾ അതിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊളരാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു. യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഇവിടെ എടുത്ത് പറയുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ എന്ന് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം നാം മനസ്സിലാക്കുന്നത് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയും എന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്നാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 27-ൽ പറയുന്നത്, കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവനും ആരും അതിൽ കടക്കയില്ല എന്നാണ്. ഈ വേദഭാഗങ്ങൾ നമ്മൾ കണ്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, യഹോവയുടെ കൂടാരത്തിൽ പാർക്കുന്നതിന് വേണ്ടിയിട്ട് നാം എപ്പോഴും പ്രാർത്ഥനയുള്ളവരും ദൈവത്തോട് അടുത്ത് അവൻ കാണിച്ചതായ പാതയിലൂടെ യാത്ര ചെയ്യുന്നവരും ആയിരിക്കണം. അങ്ങനെ അല്ലാത്തടത്തോളം കാലം നാം ഒരു കാലത്തും ഒരു കാരണവശാലും ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാനോ അവൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളത് ഇവിടെ കൃത്യമായി എടുത്ത് പറയുന്നു. അതായത്, നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മുടെ പേര് നീക്കിക്കളയുമെന്ന് യഹോവ മോശയോട് പറഞ്ഞത് ഇസ്രായേൽ മക്കളെ അവൻ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ വേദഭാഗങ്ങൾ പിന്നീടുള്ളത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മൾ മൊത്തം വേദപാരായണം നടത്തി കഴിയുമ്പോൾ നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാകുന്നത്, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കേവർക്കും അറിയാം: ഇവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെ ഞാൻ തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന്. നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന്. ഈ ലോകത്തിൽ നാം ജീവിക്കുന്നത് അവൻ നമ്മളിൽ നിന്ന് ആഗ്രഹിച്ച രീതിയിലാണോ? നമ്മുടെ കർത്തവ്യങ്ങൾ നമ്മൾ മുഴുവനും പൂർത്തീകരിച്ചതിന് ശേഷമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും ഈ ലോകത്തിലേക്ക് പറഞ്ഞു വിട്ടത് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുവെങ്കിൽ, അതുപോലെ തന്നെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കെ ചെയ്ത് നമ്മൾ 2 കിരീടങ്ങൾ നമ്മൾ പ്രാപിക്കുന്നുവെങ്കിൽ, ആ 3-ാമത്തെ കിരീടവും നമുക്കവിടെ ലഭിക്കത്തക്കവണ്ണം ബാക്കിയുള്ള ജീവിതം വിശ്വാസത്തോടുകൂടി ജീവിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച ആ ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിച്ച് ഈ ലോക ജീവിതം സഫലമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിലൊരു അവകാശിയാകുവാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മോട് പറയുന്നത്, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 15 മുതൽ 22 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ അതിൽ 9 കാര്യങ്ങൾ
നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. യഹോവയുടെ കൂടാരത്തിൽ നമുക്ക് പാർക്കണമെന്നുണ്ടെങ്കിൽ ഈ വേദഭാഗങ്ങളൊക്കെയും നമ്മൾ വായിച്ച് അത് നമ്മുടെ മനസ്സിൽ സംഗ്രഹിച്ച് അതിൻ പ്രകാരം നാം ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ഇടയാകുകയുള്ളൂ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഈ കാത്തിരിപ്പിൻ്റെ ഈ സമയത്ത് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ കാര്യസ്ഥനായി സ്വീകരിക്കുകയാണ് വേണ്ടത്. അതിന് നമ്മളിങ്ങനെ എപ്പോഴും പാടിക്കൊണ്ട് നടക്കണം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. നാം ഓരോരുത്തരും ദൈവത്തിൽ സമർപ്പിച്ച് ജീവിച്ചാൽ നമ്മുടെ ഈ ലോക ജീവിതം സഫലമാകും എന്നുള്ളതിന് അനുഭവ സാക്ഷികൾ പറയുന്നത് നാം ഓരോരുത്തരും വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്നും അകലെ നിൽക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നാം ഈ ലോകത്തിൽ നമുക്ക് തന്നിരിക്കുന്നതായ കർത്തവ്യങ്ങളെ കൃത്യമായി പാലിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.